നടപ്പിലാക്കില്ലെന്ന കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെന്ന വാദം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പൗരത്വ നിയമം കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ സൗകര്യമില്ലെന്ന് എം ഹസൻ പറഞ്ഞിട്ടില്ലെന്നും ഹസന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സാലി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച് മൗനം പാലിക്കുന്നു എന്ന ആക്ഷേപം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയർന്നു കേൾക്കുന്നതാണ്. പക്ഷേ അന്നൊക്കെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും വിശദീകരിച്ചിരുന്നത് അതിൽ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ അത്തരമൊരു നിലപാട് വ്യക്തമാക്കൽ അതിലില്ല എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രകടന പത്രിക ഉയർത്തിക്കാട്ടി CAA എന്നൊരു വാക്കുപോലും അതിലില്ല എന്ന് സ്ഥാപിക്കുകയുണ്ടായി. സ്വാഭാവികമായും ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയായിരുന്നു. മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഉയർത്തിക്കാട്ടി അതിൽ CAA പരാമർശമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആവർത്തിച്ച് മുൻ നിലപാട് പറയുകയാണ് ഉണ്ടായത്. CAA സംബന്ധിച്ച് പറയുന്നുണ്ട്, നടപ്പിലാക്കില്ല എന്ന് പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ തുടർന്ന് വാർത്താ സമ്മേളനത്തിൽ ഉയർന്ന ചോദ്യം CAA എന്ന ഒരു വാക്കുപോലും അതിലില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ CAA എന്ന വാക്കിനല്ല പ്രശ്നം, കരിനിയമങ്ങൾ എന്ന് പൊതുവിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊരു ന്യായീകരണം അല്ലെങ്കിൽ വിശദീകരണമാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നൽകിയത്. മറ്റൊന്ന് KPCCയുടെ ആക്ടിംഗ് അധ്യക്ഷൻ M ഹസൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പരാമർശമാണ്. അത്തരത്തിൽ പ്രകടന പത്രികയിൽ പറയാൻ തങ്ങൾക്ക് സൗകര്യമില്ല, അത് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്ന പോലെയല്ല ഞങ്ങൾ ചെയ്യുന്നത് എന്നൊരു വിശദീകരണം, എന്നൊരു ന്യായീകരണം കഴിഞ്ഞ ദിവസം M ഹസൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ ആ ചോദ്യവും അത് സംബന്ധിച്ചൊരു ചോദ്യവും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉയർന്നു. അപ്പോൾ അതിന് അദ്ദേഹം നൽകിയ മറുപടി M ഹസൻ അങ്ങനെ സൗകര്യമില്ലെന്ന് പറഞ്ഞിട്ടേയില്ല, മറിച്ച് അത് വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുകയാണ് മാധ്യമങ്ങൾ. അതുകൊണ്ട് ആ നിലപാട് അക്കാര്യത്തിൽ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത നൽകിയതാണ് എന്ന ഒരു ന്യായീകരണവും വിശദീകരണമാണ് അക്കാര്യത്തിലും അദ്ദേഹം നൽകിയത്. ചുരുക്കത്തിൽ ഈ CAA സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഒരു നിലപാടില്ലായ്മ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുകയാണ്. പ്രകടന പത്രികയിൽ ഒരിടത്തും CAA നടപ്പിലാക്കില്ല എന്ന് കോൺഗ്രസ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന വിവരം ഇതിനകം തന്നെ പുറത്തു വരികയും ചെയ്തു. അത് മുഖ്യമന്ത്രി ഈ പ്രകടന പത്രിക ഉയർത്തിക്കാട്ടി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ പിന്നീടും അക്കാര്യത്തിൽ വ്യക്തതയാർന്നൊരു നിലപാടിലേക്ക് തുടർന്നും സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം M ഹസൻ്റെ വാർത്താ സമ്മേളനത്തിലെയും ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ വാർത്താ സമ്മേളനത്തിലെയും ഈ നിലപാടുകൾ വ്യക്തമാക്കുന്നത്. അതൊരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടുകൂടിയാണ് പരസ്യമായി ഇത് സംബന്ധിച്ച് CAA സംബന്ധിച്ച് ഒക്കെ നിലപാട് ചില നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഒരു വ്യക്തമായ നിലപാട് അക്കാര്യത്തിൽ എടുത്തിട്ടില്ല എന്ന ആക്ഷേപം ഇതിനകം തന്നെയുണ്ട്. അത് പ്രകടന പത്രികയിൽ മിണ്ടുകയും ചെയ്തിട്ടില്ല, മൗനം പാലിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന ആക്ഷേപവും നിലനിൽക്കുകയാണ്. അതിനൊന്നൊരു തൃപ്തികരമായ വിശദീകരണം നൽകാൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത.